ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വെളുത്തുള്ളി അച്ചാറാണ്. ആദ്യമായിട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കടുകിടാം. കടുക് ഇട്ടിട്ട് കടുക് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചി ഇട്ട് 1 മിനിറ്റ് കഴിഞ്ഞാൽ പച്ചമുളക് കൊത്തി അരിഞ്ഞിട്ടുള്ളത് നന്നായി ചെറിയ പീസാക്കി അരിഞ്ഞിട്ടുള്ളതാണ്. പച്ചമുളക് ഇട്ട് ചെറുതായി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് ചൂടാവട്ടെ. നന്നായി ഒന്ന് വഴറ്റി കൊടുത്ത് 1 സെക്കൻഡ് നേരം. 1 സെക്കൻഡ് നേരം നമുക്ക് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്ത് വെളുത്തുള്ളിയിലെ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. നമ്മൾ കഴുകി ഡ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇടാം. 2 ടീസ്പൂൺ 2.5 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ഇടണം അച്ചാറിൽ. എന്നാൽ അച്ചാർ കേടുകൂടാതെ കുറച്ച് കാലം നമുക്ക് ഉപയോഗിക്കാം. അതിന് ശേഷം നമുക്ക് കാശ്മീരി ചില്ലി കുറച്ചിടാം. കളറിന് നല്ലതാണ്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുന്നതാണ് കാശ്മീരി ചില്ലി. അതിടാം. അതേപോലെ വീട്ടിൽ എല്ലാ സ്പൈസസും ഉണ്ടാക്കുന്നുണ്ട്. അതിലത്തെ എല്ലാ സ്പൈസസും നമ്മളെ വീട്ടിൽ ഞാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് സോപ്പുണ്ട്. അപ്പോൾ നല്ല മുളക് പൊടി 2.5 ടീസ്പൂണും അതേപോലെ കാശ്മീരി ചില്ലി കളറിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലതും കൂടി നമുക്കൊന്ന് യോജിപ്പിക്കാം. നന്നായി യോജിച്ച് വന്നാൽ മുളക് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി നമുക്ക് ആഡാക്കാം. ഏകദേശം എല്ലതും റെഡിയാണ്. ഇനി നമുക്ക് കുറച്ച് കാലം ഉപയോഗിക്കാനുള്ളതല്ല, നമ്മൾ ഷോപ്പിൽ കൊണ്ടുപോകാനുള്ള അച്ചാറാണ്. അപ്പോൾ എല്ലതും യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വിനാഗിരി ഇതിലേക്ക് ഒഴിക്കാം. വിനാഗിരി കൂടുതൽ വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. എന്നാലാണ് നമുക്ക് കുറച്ച് കാലം വരെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പ്രിസർവേറ്റീവ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഷോപ്പിൽ 6 മാസം വരെ നമ്മളെ അച്ചാർ കേടുകൂടാതെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം ഇതിന് തിളക്കാനുള്ളൊരു ടൈം കൊടുക്കാം. ഇനി വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ സുർക്കഞ്ഞി ഒഴിക്കണ്ട. അപ്പം നമുക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്താൽ മതി. അതായിരിക്കും ഒന്നും കൂടി നല്ലത്. പുളി കൂടുതൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ബാലൻസ് ചെയ്താൽ മതി. ഇതിനാവശ്യമായ ഉപ്പ് നമുക്ക് ആവശ്യമുള്ള ഉപ്പിടാം. 1.5 ടീസ്പൂണ് 2 ടീസ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ആഡാക്കി കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ആഡാക്കണം. ലാസ്റ്റ് അതും ആഡാക്കിയിട്ടുണ്ട്. ഇതിലും കൂടെ നമ്മൾ കാശ്മീരി ചില്ലി ഇടാൻ നമുക്ക്
കാശ്മീരി ചില്ലി കൊണ്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. കാശ്മീരി ചില്ലി നമ്മൾ കളറിന് മാത്രമാണ് ഉപയോഗിക്കുക. എപ്പോഴും അച്ചാറിലേക്ക് എരിവുള്ള മുളക് പൊടിയാണ് നല്ലത്. മറ്റത് കാണാൻ നല്ല ഭംഗിയാണ് കാശ്മീരി ചില്ലി ഇട്ടാൽ. ഇനി നമുക്ക് എരിവും ഉപ്പൊക്കെ ബാലൻസ് ചെയ്യാൻ ഇത്തിരി പഞ്ചസാര ഉണ്ടാക്കി കൊടുക്കണം. പഞ്ചസാര ഇടാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. അപ്പം നമുക്ക് നന്നായി തിളച്ച് വരട്ടെ. അപ്പം നമുക്ക് ഉപ്പും എരിവും എല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എല്ലാതും പാകത്തിനാണ്. കുറച്ച് മധുരം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി അച്ചാറാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയ അച്ചാർ. എല്ലാവരും ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയിട്ട് 3 വീഡിയോസ് ഇട്ടിട്ടുള്ളൂ. 4ാമത്തെ വീഡിയോ ആണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.